രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിലുണ്ട്. രാഹുൽ ഈശ്വർ, ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സിനിമാ മേഖലയിൽ വ്യാപകമാണ് ലഹരി ഉപയോഗം എന്നാണ് വ്യക്തമാകുന്നത്. പല പ്രമുഖരായ ആളുകളും അറിയപ്പെടുന്ന താരങ്ങളടക്കം ലഹരി ഉപയോഗിക്കുന്നു. എന്നാൽ പഴി തനിക്കും മറ്റൊരാൾക്കും മാത്രം എന്ന് ഷൈൻ പറയുന്നുണ്ട്. ഇതിപ്പോൾ പുതുമയുള്ള ഒന്നായി വിലയിരുത്തപ്പെടേണ്ടതില്ല. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പോഴും ഈ സിനിമാ മേഖലയിലേക്ക് കടന്ന് ചെല്ലാനോ കൃത്യമായി മോണിറ്റർ ചെയ്യാനോ തയ്യാറാകുന്നില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കൃത്യമായി മോണിറ്ററിംഗ് വേണം, അതിന് സംശയമൊന്നുമില്ല. കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ NDPS കേസുകൾ ഉള്ളത്, 27,000. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാകുന്നത് രണ്ടാമതും മൂന്നാമതും നിൽക്കുന്ന പഞ്ചാബിലൊക്കെ 9,000 കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഈ 27,000-ഓളം കേസുകൾ വരുന്നത്. അതുകൊണ്ട് സീരിയസ് ആയ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം സിനിമാ സെറ്റ്, ഇൻഫ്ലുവൻസർ, സിനിമാ താരങ്ങൾ, ഇവരിൽ ചിലരെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്നു ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അവരെ അതിൽ നിന്ന് മാറ്റാനും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഡ്രഗ് പെഡ്ലേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കാനും ഒക്കെയുള്ള സത്വര നടപടികൾ ആവശ്യമാണ്. ഷൈൻ ടോം ചാക്കോയെ വേട്ടയാടുകയല്ല ചെയ്യേണ്ടത്. പകരം ഷൈൻ ടോം ചാക്കോയെ അടക്കം ഇത്തരം ആരോപണ വിധേയരായ ശ്രീനാഥ് ബാസി അടക്കം അവരെ ഡ്രഗിൽ നിന്ന് വിമുക്തരാക്കി സിനിമയിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ഉദ്യമമാണ് നമ്മുടെ പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടത്. ആരെയും തള്ളിപ്പറയുന്നതിലോ തള്ളിക്കളയുന്നതിലോ ഒരു മികവുമില്ല. അതൊക്കെ TV ചാനലിൽ നിന്ന് നമുക്ക് ഒരു ഗുമ്മിന് നിലപാടെടുക്കാന്നേ ഉള്ളൂ. നമ്മുടെ ഒരു സഹോദരനോ സുഹൃത്തിനോ ആണ് ഇത് സംഭവിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവനെ രക്ഷിക്കാൻ നോക്കും. ആ രക്ഷിക്കാൻ നോക്കുന്ന മനോഭാവമാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് ഈസ്റ്റർ കൂടിയാണ്. ഓരോ വ്യക്തിക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ആവശ്യമുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഷൈൻ ടോം ചാക്കോയ്ക്കും ആവശ്യം. തീർച്ചയായും അത് അംഗീകരിക്കപ്പെടുന്നു. ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ തിരികെ എത്തിക്കുക എന്നത് ഉത്തരവാദിത്വം തന്നെയാണ് എന്ന് പറയുമ്പോഴും ഇത് വ്യാപകമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് തടയിടുക എന്നത് അതിലേറെ പ്രധാനപ്പെട്ട ഒന്നല്ലേ? തീർച്ചയായിട്ടും, ഒരു സംശയവുമില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഡ്രഗ്സിന്റെ വ്യാപനം വളരെ വലുതാണ്. ഒരു കാര്യം കൂടി അറിഞ്ഞാൽ നമുക്ക് ഞെട്ടലുണ്ടാകും. എറണാകുളം എന്ന് പറയുന്ന ഒരൊറ്റ ജില്ലയിൽ കഴിഞ്ഞ 1.5 വർഷത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് പഞ്ചാബ് എന്ന മുഴുവൻ സംസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും തുല്യം. എറണാകുളത്ത് 8,700-ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. പഞ്ചാബിൽ 9,025 കേസുകളാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഗൗരവം വളരെ സീരിയസ് ആണ്. അതുകൊണ്ട് ഇത് തടയണം. സെറ്റുകളിലടക്കമുള്ള കാര്യങ്ങൾ തടയണം. മഫ്തിയിൽ പോലീസ് അന്വേഷണം നടത്തണം. കാര്യം സിനിമയൊക്കെ ബ്രാൻഡ് സെൻസിറ്റീവ് ആണ്. സിനിമയ്ക്കൊക്കെ ചീത്തപ്പേര് വരികയാണെങ്കിൽ OTTക്ക് അവർക്ക് വില കിട്ടില്ല, തിയേറ്ററുകൾ കിട്ടില്ല. അതുകൊണ്ട് മഫ്തിയിൽ എക്സൈസ്, പോലീസ്, നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ളവർ കാര്യമായ പരിശോധന നടത്തുകയും ഇതിന്റെ വ്യാപനവും വിപണനവും തടയണം എന്ന കാര്യത്തിൽ 100% നമ്മുടെ പൊതുസമൂഹം ഒരുമിച്ച് നിൽക്കണം. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ സിനിമാ മേഖലയിൽപ്പെട്ടവരെ പിടികൂടിയാൽ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്താലൊക്കെ പിന്നീട് ആ പ്രൊജക്റ്റ് മുടങ്ങിപ്പോകും, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അത് പഴുതായി പ്രയോജനപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കൂടി ഇവർ മാറുന്നുണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ടി വരികയല്ലേ? അതും ശരിയാണ്. പഴുതായിട്ട് അങ്ങനെ ഒരു ഉപയോഗിക്കരുത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സിനിമ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു വിഷയമാണ്. ഒരു വ്യക്തി അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ആ സിനിമാക്കാരെ മുഴുവൻ നമ്മൾ കരിവാരത്തേക്കരുത്. വിൻസിയൊക്കെ കാണിച്ചത് എത്ര മാതൃകാപരമായ നിലപാടാണ്. തനിക്ക് വേദന ഉണ്ടാകുമ്പോഴും അത് പരാതി കൊടുക്കുമ്പോഴും ആളുടെ പേര് വെളിയിൽ വരാതിരിക്കാനും സിനിമയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും വിൻസി ശ്രമിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യമാണ്. പക്ഷെ അവിടെ രാഹുൽ, അങ്ങനെയുള്ള വിൻസിയെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്കാണ് മുഴുവൻ കാര്യങ്ങളും ഒക്കെ എത്തിപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചർച്ചയിൽ തന്നെ ആ സിനിമയുടെ സംവിധായകൻ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല സിനിമാ സെറ്റിൽ എന്നാണ്. വിൻസി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനെയൊക്കെ തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന്റെ പ്രൊഡ്യൂസറും സംവിധായകരും അല്ലെങ്കിൽ ടീമും പറഞ്ഞത് അവർക്ക് പരാതി ലഭിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പ്രശ്നം അല്ല, പരാതി ലഭിച്ചില്ല എന്നല്ല. വിൻസി പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ഈ ലഹരി ഉപയോഗത്തെ തുടർന്ന് കണ്ണു വീങ്ങി, അതിനെ തുടർന്ന് ഷൂട്ട് മാറ്റിവെക്കേണ്ടി വന്നു എന്ന് പറയുന്നു. ആ ഒരു ചോദ്യത്തിൽ നിന്നൊക്കെ സംവിധായകൻ തന്ത്രപരമായി ഒഴിഞ്ഞു മാറി എന്നാണ് അത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. തന്റെ സെറ്റിൽ അങ്ങനെ ഷൂട്ട് മുടങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ചിലപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയാൽ ഷൂട്ട് മുടങ്ങിയിട്ടുണ്ടാകില്ല. ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഒരു സംവിധായകനും പ്രൊഡ്യൂസർക്കും അത് പറയാൻ കഴിയില്ലോ. അതാണല്ലോ ഇതിലെ ഏറ്റവും പ്രസക്തമാകുന്ന കാര്യം. അതായത് സിനിമ എന്നതൊരു ലോബിയായി നിലനിൽക്കുന്നു. അവിടെ ഏതെങ്കിലും ഒരു നടനോ ആ നടൻ ഒരല്പം പ്രമുഖനാണെങ്കിൽ പിന്നെ ആര് ശബ്ദിച്ചാലും ആ ശബ്ദിക്കുന്നവൻ പുറത്തായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതാണല്ലോ ഈ പ്രതിസന്ധിക്ക് കാരണം.
അല്ല അത് വിൻസി തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണിത് സീരിയസ് ആയി വിൻസി പറഞ്ഞതും അതും മിതത്വത്തോടെ പറഞ്ഞതും. കാര്യം ഇവർക്ക് ഇതിന് ശേഷം OTT കിട്ടണ്ടേ, ഇവർക്ക് ശേഷം സിനിമ കിട്ടണ്ടേ. ഷൈൻ ടോം ചാക്കോയെയും ഇല്ലാതാക്കലല്ലോ ഒരു ഉദ്ദേശം. അതുകൊണ്ട് വിൻസിയെ ഒറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ചില ആരോപണങ്ങൾ പൊതുമധ്യത്തിൽ ശരിവെക്കാൻ ഇവർക്ക് മടി കാണും. ആ മടി കൂടെ നമ്മൾ മനസ്സിലാക്കണം. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ഉണ്ടെന്ന് ഒരു സംവിധായകനോ പ്രൊഡ്യൂസറോ പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരിട്ട് സിനിമയെ കൂടെ ബാധിക്കില്ലേ. അപ്പൊ അവർക്ക് അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അല്ല, അവിടെയാണല്ലോ രാഹുൽ ഈശ്വർ. അങ്ങനെയെങ്കിൽ ഈ പ്രൊഡ്യൂസർമാരുടെ സംഘടന ഒരു വാർത്താ സമ്മേളനം നടത്തി ഞങ്ങളുടെ കയ്യിൽ പട്ടികയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകില്ലേ? ആ പട്ടികയിലുള്ളവരെ മാറ്റി നിർത്താൻ സിനിമാ മേഖലയിലുള്ളവർ ആർജവം കാണിച്ചാൽ മതി. അങ്ങനെയാണല്ലോ എല്ലാം മറ്റു മേഖലകളിലൊക്കെ അതല്ലേ നടക്കുന്നത്. ഈ സിനിമാ മേഖലയുടെ ഒരു പ്രശ്നം ഈ ബ്രാൻഡ് വാല്യൂ, ഓരോരുത്തരുടെ താരമൂല്യം, അവരുടെ OTT വില തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഷൈൻ ടോം ചാക്കോ മലയാളത്തിലും തമിഴിലും അടക്കം കഴിവ് തെളിയിച്ച നടനാണ്. ശ്രീനാഥ് ബാസിയൊക്കെ ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്. അപ്പൊ ഇവരെയൊക്കെ പ്രകടമായി മാറ്റി നിർത്താൻ ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എനിക്ക് പൊതുസമൂഹത്തോട് മീഡിയയോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, പോർച്ചുഗൽ, അമേരിക്ക, കാനഡ അടക്കമുള്ള സ്ഥലങ്ങളിൽ അവർ പ്രധാനമായി ഡ്രഗ്സിന് ചെയ്യുന്നത് ഇവരെ നന്നാക്കുക. ഗുഡ് സമരിറ്റൻ ക്ലോസ് എന്നൊരു ക്ലോസ് തന്നെ കാനഡയിലുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിനും പ്രത്യേകതയാണ്. അതായത് ഗുഡ് സമരിറ്റൻ, നല്ല ശമരിയാക്കാരൻ, നല്ലവനെ ആക്കുക എന്ന് പറയുന്ന ക്ലോസ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എടുക്കണം. പലപ്പോഴും സഞ്ജയ് ദത്ത് ഈ പാതയിൽ പോയി തിരിച്ചു വന്ന വ്യക്തിയല്ലേ. രൺബീർ കപൂർ അല്ലെങ്കിൽ അല്ല, ഇവരൊന്നും തിരിച്ചു വരണ്ടായെന്നോ ഇവരെയൊന്നും നന്നാക്കേണ്ടതില്ല എന്നോ അല്ല. പക്ഷെ ഉപയോഗിക്കുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വിൻസിയെ പോലെയുള്ള വളരെ കുറച്ച് ആളുകളെ അത് തുറന്നു പറയാൻ തയ്യാറാകുന്നുള്ളൂ എന്നുള്ളതാണ്. മറ്റുള്ളവരെല്ലാം ഇത് സഹിച്ചുകൊള്ളണം എന്ന അവസ്ഥയാണ്. വിൻസി തുറന്നു പറയുമ്പോൾ എങ്ങനെയാണോ ഒറ്റപ്പെടുന്നത് അതുപോലെ ഒറ്റപ്പെടും എന്ന് തിരിച്ചറിയുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ളവർ, അതായത് ഈ ലഹരി എന്തുമാകട്ടെ, മദ്യമാകട്ടെ, ഈ ഇത്തരത്തിലുള്ള MDMA പോലെയുള്ള ലഹരിയാകട്ടെ, ഹൈബ്രിഡ് കഞ്ചാവാകട്ടെ, ഇതെല്ലാം സിനിമാ സെറ്റിൽ എത്തിച്ചു കൊടുക്കുന്നത് സുലഭമാകുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് നടക്കുന്നു. ഇന്നലെ ഒരു സംവിധായകൻ പറഞ്ഞത് എന്താണ്, 50 ദിവസം ഒരു വ്യക്തി ഷൂട്ടിന് വന്നില്ല കഞ്ചാവ് നൽകാത്തതിന്റെ പേരിൽ. അവിടെ നിർമ്മാതാവ് നേരിടുന്ന പ്രശ്നമൊന്നും പ്രശ്നമല്ല. താങ്കൾ ഈ പറയുന്നത് പോലെ ബ്രാൻഡ് വാല്യൂ ഉണ്ട് എന്നതുകൊണ്ട് എന്തുമാകാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒരിക്കലും അത് പാടില്ല എന്ന് പറയേണ്ട ആവശ്യം പോലുമില്ല. ഇറ്റ് ഗോസ് വിത്തൗട്ട് സേയിങ്. അതുകൊണ്ട് തീർച്ചയായും ഷൈൻ ടോം ചാക്കോ അടക്കം സീരിയസ് ആയി എടുക്കണം. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ വളരെ കുട്ടിക്കളി മോഡലിൽ ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു. അത്തരം സമീപനങ്ങളല്ല വേണ്ടത്. അദ്ദേഹത്തിനെ വീട്ടുകാരടക്കം പറഞ്ഞു തിരുത്തണം. അദ്ദേഹം വാഷ്റൂമിലേക്ക് ഓടിക്കയറി തിരിച്ചു വരുന്നു, ലാലേട്ടൻ 2020 സെറ്റിൽ നിന്ന് ചാടി വിടുന്നു. അപ്പൊ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. കാര്യം സീരിയസ് ആയി നമ്മൾ ഇത് എടുക്കേണ്ട വിഷയമാണ്. കാര്യം ഒരുപാട് കുട്ടികൾ കാണുന്നു, അവരുടെ ഭാവിയാണ്. മീഡിയ ഈ കാണിക്കുന്ന ജാഗ്രത നല്ലതാണ്. കാര്യം മീഡിയ ഈ ജാഗ്രത അതെന്തായാലും അതിനുള്ള മറുപടി ഇന്നലെ കേരള പോലീസ് നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ അങ്ങനെ വലിയ ഓട്ടമുത്തിനൊന്നും പറ്റുന്നില്ല. ക്ഷീണിതനായി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉറക്കിയത് തന്നെയായിരിക്കും നമ്മുടെ കേരള പോലീസ്. അങ്ങനെ അഹങ്കാരം കാണിക്കരുത് ആരാണെങ്കിലും. പ്രത്യേകിച്ച് നിയമത്തോട് അഹങ്കാരം കാണിക്കരുത്. നമ്മളെല്ലാം നിയമത്തെ അനുസരിച്ചും നിയമത്തെ ബഹുമാനിച്ചും ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നവരാണ്. അപ്പൊ നിയമത്തെയും പോലീസുകാരെയും ഒക്കെ നമുക്ക് ഒന്നോ രണ്ടോ പോലീസുകാരോട് വ്യത്യാസ അഭിപ്രായം കാണാം. പക്ഷേ നിയമ സംവിധാനത്തെയും കോടതികളെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ ഷൈൻ ടോം ചാക്കോ ചെയ്യരുത്. അദ്ദേഹം വളരെ കൊച്ചുകുട്ടിയൊന്നുമല്ലോ, മുതിർന്നൊരു വ്യക്തിയല്ലേ. അപ്പൊ ഇതിന്റെ സെന്റിമെന്റ്സും ഗ്രാവിറ്റി അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇത് വളരെ സീരിയസ് ആയ വിഷയമാണെന്നും പലനാളും താൻ വെയിൽ പോണ്ടി വരുന്ന ഒരു വിഷയമാണെന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകണം. അതോടൊപ്പം ബോധവൽക്കരണം, കൗൺസിലിംഗ്, കോച്ചിങ് അടക്കമുള്ള കാര്യങ്ങളിൽ വെച്ച് ഒരു വ്യക്തിയെ നന്നാക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ജാഗ്രതയും നമ്മുടെ പൊതുസമൂഹം കാണിക്കണം. വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. നവമി